ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിപ്പം കുറച്ചായി നമ്മൾ പണ്ട് ചെയ്തിരുന്ന ആ ഒരു ടൈപ്പിലുള്ള വീഡിയോസ് എല്ലാം ചെയ്തിട്ട് അങ്ങനെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയി. അതിനെ ചൊല്ലി കുറേ കമൻസും വരലുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവാനുള്ളൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാനുള്ളൊരു സെറ്റപ്പിലല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞങ്ങളെ വീട്ടിൽ ഇവിടെ എൻ്റെ പാരൻസിൻ്റെ വീട്ടിൽ പണി നടക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാൻ മതിയാവും, ഞാൻ ഇവിടെ നിന്നാണ് കൂടുതലും എൻ്റെ കുക്കിംഗ് വീഡിയോസും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അധികം ഇവിടെ നിന്നാണ് ചെയ്യലുള്ളത്. അപ്പോൾ ഇവിടെ പണി നടക്കുമ്പം എനിക്ക് ഞങ്ങൾക്ക് സത്യത്തിൽ ഇങ്ങോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം സീലിങ്ങിൻ്റെ പണിയായിരുന്നു ഫസ്റ്റ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആ സീലിങ്ങിൻ്റെ പൊടിയും എല്ലാം കൂടെ ആയിട്ട് വീട് മൊത്തത്തിലൊരു വെള്ള കളറായിരുന്നു. ഫുൾ ആ വെള്ള പൊടി വീണിട്ട് നമ്മൾ പുതിയൊരു വീട് എടുക്കുന്ന പോലെ അല്ലല്ലോ, ഈ ഓൾറെഡി നമ്മൾ താമസിക്കുന്ന വീട്ടിൽ പണി ചെയ്യുക എന്ന് പറയുമ്പം അതൊരു ഇരട്ടി പണിയാണ്. കാരണം നമ്മൾ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്താവും ഉണ്ടാവുക, അതെല്ലാം കൂടെ നമുക്ക് ഇതിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം അതെല്ലാം മൂടിയിട്ടിട്ട് അങ്ങനെ ഒരു കഥയിലിരുന്ന് അതായിരുന്നു ഒന്നാമത്തെ കാര്യം. ഇവിടെ അനിയന്മാരുടെ കല്യാണം വരുന്നുണ്ടെന്ന് പറഞ്ഞാലോ, അപ്പോൾ അവരുടെ റൂം സെറ്റ് ചെയ്യലും അങ്ങനെ വീട് മൊത്തത്തിൽ ഒന്ന് മാറ്റി അടിപൊളിയാക്കുക എന്നുള്ളൊരു ഇതിൽ ആണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പം കിച്ചണും കൂടെ ഒന്ന് റെനോവേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന രൂപത്തിലായിട്ടുണ്ട്. ഇനി ചെറിയ അനിയൻ്റെ റൂം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെറ്റായിട്ട്, പിന്നെ കുറച്ച് ഈ ഒരു ടച്ചപ്പ് വർക്ക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് മാത്രമേ ഇപ്പം ബാക്കിയുള്ളൂ. ബാക്കി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 1.5 മാസമായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പണി തുടങ്ങിയിട്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അന്ന് ഒരു ദിവസം ഞങ്ങൾ ഇവിടെ നിന്നു. പിന്നെ അമ്മൻ്റെ വീട്ടിലേക്കും ഞാൻ അനീസ് വീട്ടിലേക്കും പോയി. അപ്പോൾ അവിടെ അനീസ് ഖാനോട് ചെന്നിട്ട് നല്ലപോലെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഫുള്ള് കല്യാണങ്ങളായിരുന്നു. ഈ സെപ്റ്റംബർ മന്തിൽ നമ്മുടെ ഫാമിലിയിൽ കുറേ കല്യാണങ്ങളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ തിരക്കായിപ്പോയി. പിന്നെ എനിക്ക് വേറെ കുറച്ച് കമ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പിന്നെ നോയിൻ്റെ ബാക്കിൽ ഓടലേനും മെയിൻ പരിപാടി. അങ്ങനെ എനിക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫെങ്കിലും ഇടണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അതിനും പറ്റിയിട്ടില്ല. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഇപ്പം ഇവിടെ വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു കുഞ്ഞി ഹോം ടൂറാണ് ചെയ്യാൻ പോണത്. ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഹോം ടൂറാണ്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെയ്തപ്പോൾ. കാരണം നമ്മുടെ പഴയ വീടും ഇപ്പോഴത്തെ വീടും തമ്മിൽ ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. ജസ്റ്റ് ഫർണിച്ചേഴ്സ് മാത്രമേ സെയിം ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് നല്ല ചേഞ്ച് ആയ പോലെ തോന്നിയിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പിന്നെ ഫുൾ സെറ്റായതിനു ശേഷം ഞാൻ വേറൊരു ഹോം ടൂർ ഇടണ്ട്. ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചെറിയൊരു വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ, അതും കൂടെ നിങ്ങളൊന്ന് കാണണേ. എൻ്റെ സ്കിൻ കെയറിൽ ഇപ്പം കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് അതിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഫേസിൽ ഈ പിഗ്മെൻറ്റേഷനും പിന്നെ ഓയിലി സ്കിന്നാണ് കേട്ടോ എൻ്റെത്. അപ്പോൾ നമ്മൾ ഈ സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ബ്രൈറ്റ്നസ്സിന് വേണ്ടിയിട്ടൊക്കെ വേറെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പം കൂടുതൽ ഓയിലി ആക്കും. അപ്പോൾ ഞാനിപ്പം സൺ പ്രൊട്ടക്ഷനും പിന്നെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനും വേണ്ടിയിട്ട് ഈ ഒരൊറ്റ പ്രൊഡക്റ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ലാക്മേ അക്വാജൽ നയാസി SPF 50. പിന്നെ എൻ്റെത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഫേസിൽ ഓയിൽ നിൽക്കുന്ന പോലെ അതിങ്ങനെ ആ ഷൈൻ ചെയ്യും ഫേസ്, അത്രയും ഓയിലായിട്ട് വരില്ല. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കി. ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ, ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് സ്കിന്ന്. ഇനി ഞാൻ ലാക്മേ അക്വാജെല്ലും പിന്നെ എൻ്റെ നോർമൽ സൺസ്ക്രീൻ ഇട്ടിട്ടുള്ള ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് ലാക്മേ അക്വാജെല്ലാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കിന്ന് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫിനിഷ് വന്നിട്ടുണ്ട്. ആ ഒരു റെസിഡ്യൂ ഒന്നുമില്ല, അതായത് വൈറ്റ് കാസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ഇതാണ് എൻ്റെ നോർമൽ സൺസ്ക്രീൻ. പിന്നെ നമ്മൾ ആ ഒരു റിക്വയർഡ് എമൗണ്ട് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ഒരു വൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കും. വൈറ്റ് കാസ്റ്റ് എന്ന് പറയുമല്ലോ, ആ ഒരു സംഭവം ഇതിന് നല്ലോണം ഉണ്ട്. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്യുമോ എന്നുള്ളത്, അതായത് സ്കിൻ ഓയിലി ആക്കുമോ എന്നുള്ള ഒരു ടെസ്റ്റാണ് കേട്ടോ ഞാൻ നടത്തുന്നത്. ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ഒപ്പി കൊടുത്തിട്ടൊന്നും ടിഷ്യൂ അവിടെ സ്റ്റിക്ക് ആവുന്നില്ല. പക്ഷേ ഈ നോർമൽ സൺസ്ക്രീൻ ഇട്ട ഭാഗം ഉണ്ടല്ലോ, അവിടെ ടിഷ്യൂ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നിട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഈ സൺസ്ക്രീൻ SPF 50+ ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ വിറ്റാമിൻ സിയും നയാസിനമൈഡും ഉള്ളതുകൊണ്ട് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആക്കിയിട്ട് ഒരു ഈവൻ സ്കിൻ ടോൺ തരും. ഒരുപാട് ഗ്രീസി പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് ടയർഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ലാക്മേ അക്വാജൽ നയാസി SPF 50 ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സേ ഗുഡ് ബൈ ടു ഓയിലി സ്കിൻ ആൻഡ് ഹലോ ടു ഓൾ ഡേ സൺ പ്രൊട്ടക്ഷൻ വിത്ത് ലാക്മേ അക്വാജൽ നയാസി SPF 50. ചെക്ക് ഔട്ട് ദ ലിങ്ക് ബിലോ ടു ഗെറ്റ് യോഴ്സ് നൗ. അപ്പം നമ്മുടെ വീടിൻ്റെ പുറത്തൊന്നും അങ്ങനെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ആകെ ഉള്ളിൽ മാത്രമേ ചേഞ്ച് ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉൾഭാഗം മാത്രമേ കാണിക്കണുള്ളൂ. പുറം ഭാഗം ഞാൻ മുന്നേ ഏതോ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഹോള് ഒരൊറ്റ സിംഗിൾ ഹോളേനു കേട്ടോ, ഡൈനിങ്ങും ലിവിങ്ങും ഒരുമിച്ചേനു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഇത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. നടുവിൽ ഇങ്ങനൊരു സെപ്പറേഷൻ കൊടുത്തേന്. അത് ഈ
മൾട്ടി വുഡ് വെച്ചിട്ട് തന്നെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ പറയുക, ഇനി അവിടെ ഒരു കേർട്ടനും കൂടെ വരുമെന്ന് പറഞ്ഞു. അപ്പം ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ആദ്യം നമ്മൾ ഈ ഒരു റൂം ഇങ്ങനൊരു ഓഫീസ് റൂമാക്കിയിട്ട് ഒരു ലിവിങ് റൂം ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ അത് റൂമായിട്ട് തന്നെ കിടന്നോട്ടെ, ഇങ്ങനൊരു സെപ്പറേഷൻ കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ചെയ്തേ. പിന്നെ ഈ വാഷ് ഏരിയയും ഒക്കെ കംപ്ലീറ്റ് മാറ്റിയിരിക്കുന്നു കേട്ടോ. അടിയത്തതൊക്കെ നമ്മൾ ആദ്യത്തെ ആ വാഷ് ബേസിൻ്റെ സെറ്റിങ് തന്നെയാണ്. അതിലെന്തൊക്കെയോ ചേഞ്ചസ് വരുത്തിയതാണ്. മിററും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ടി വി യൂണിറ്റിൻ്റെ അവിടെയും ഇതേപോലെ ചേഞ്ചസ് വരുത്തിന്. ടി വി ആദ്യം നമ്മൾ വാളിലേന് വെച്ചിട്ടുണ്ടായത്, ഇപ്പോൾ അവിടെ ഒരു വർക്കെല്ലാം കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ വീട് കംപ്ലീറ്റ് ഇതേപോലെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ആദ്യം ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൊരു സാധനമായിരുന്നു, അതിപ്പം ചേഞ്ച് ആക്കിയിട്ട് ഇങ്ങനെ വുഡിൻ്റെ ഒരു സംഭവമാക്കി കൊടുത്തിന്. മൊത്തത്തിൽ ഇത് കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം നമ്മളെ വീട് ഇങ്ങനെയല്ലേനു, സ്ട്രക്ചറൊക്കെ സെയിം ഇനി, പക്ഷേ ഒരു പഴയ വീടിൻ്റെ ലുക്കേന് ഞങ്ങളെ വീടിനുണ്ടായിനിയത്. പക്ഷേ ഇതിപ്പം ഇൻറ്റീരിയറൊക്കെ ചെയ്തപ്പോൾ നല്ല രസമായിട്ടുണ്ട്. ഇനിയിപ്പം ആ ഡൈനിങ് ടേബിളിന് എന്തൊക്കെയോ ചേഞ്ച് വരുത്തണമെന്ന് പറയുന്നുണ്ട്. പിന്നെ സ്റ്റെയറിന് ചേഞ്ച് വരുത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായതാന്നുള്ളതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിലായിട്ട് കാണിക്കുന്നുണ്ട്. ഈ വീട് എടുക്കുന്ന സമയത്ത് താഴെ 2 റൂം മാത്രമുള്ളൊരു വീടേനി കേട്ടോ. അപ്പോൾ അന്ന് ഇതൊരു ഓഫീസ് റൂം, ഒരു ലിവിങ് റൂം പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ള റൂമേനി. എനിക്കൊരു 4-4.5 വയസ്സുള്ള സമയത്താണ് നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് മാറിയത്. പിന്നെ ഞാൻ +1 പഠിക്കുന്ന സമയത്താണ് വീട് ഫസ്റ്റായിട്ട് റെനോവേറ്റ് ചെയ്തത്. അപ്പം അന്ന് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പോർഷനാണ് കേട്ടോ ഇത്. ഈ ഒരു ഏരിയ നമ്മൾ പണ്ടത്തെ വീട്ടിലില്ലേനോ, ഇത് അന്ന് എടുത്തതാണ്. ഈ ബാത്റൂമും ഒക്കെ അന്നത്തെ തന്നെയാണ്. ബാത്റൂമിലൊന്നും ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല കേട്ടോ. ഇനി ഈ ഫിറ്റിങ്സൊക്കെ മാറ്റുമെന്നല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. പിന്നെ അതേപോലെ ഈ ഡോസിനും വിൻഡോസിനൊക്കെ ഇതേപോലെ ഫ്രെയിം ചെയ്തപ്പോൾ തന്നെ വീടിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഫ്രെയിം കൊടുക്കുന്നത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല രസമുണ്ട്. ഈ ഒരു സ്റ്റൈലിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗി തോന്നിക്കുന്നുണ്ട്. പിന്നെ ഈ കിച്ചണിന് നമ്മൾ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. കാരണം ഇതൊക്കെ അന്ന് തന്നെ റെനോവേറ്റ് ചെയ്ത് ആ ഒരു നല്ല സെറ്റപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. ഒന്നും ഇതുവരെ കേടൊന്നും വന്നിട്ടില്ല കേട്ടോ. ഒക്കെ മൾട്ടി വുഡാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇതാ ഈ കാണുന്ന വർക്ക് ഏരിയ ഉണ്ടല്ലോ, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെല്ലോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് ഉപ്പൻ്റെയും ഉമ്മൻ്റെയും റൂം. അപ്പം ഇതിൻ്റെ അകത്തും ഇതേപോലെ വിൻഡോസിന് കേർട്ടൻസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. വേറെ കാര്യമായിട്ട് പണി ചെയ്തിട്ടില്ല. പിന്നെ ഡോസും ഒക്കെ മാറ്റി വെച്ചേന് കേട്ടോ. താഴത്തെ 2 റൂമിൻ്റെയും ഡോറുകൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതൊക്കെ ആദ്യം കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു മൾട്ടിവുഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള റാക്കേനും ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലങ്ങനെ കൊടുത്തതാണ്. പിന്നെ ഇനി ഞാൻ മേലത്തത് കാണിച്ചു തരാം. ഇത് ഒരു വലിയ വിൻഡോ ആണ് കേട്ടോ. അപ്പോൾ ആ വിൻഡോ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ ഏത് സമയം നല്ല ലൈറ്റാണ്. പകലൊന്നും അങ്ങനെ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല, ഭയങ്കര വെളിച്ചം വരും ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ അതിന് ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് എന്തോ ആണ് തോന്നുന്നുണ്ട് ആ കർട്ടന് പറയുന്ന പേര്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അത് വന്നപ്പോൾ തന്നെ നല്ല ലുക്കായിരുന്നു. പിന്നെ ഇവിടെ ഈ ഇതുണ്ടല്ലോ, ഇത് ഗ്ലാസ് ഇട്ടതാണ് കേട്ടോ. ഇങ്ങനെ ഒരു 4 ലൈൻസ് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഗ്ലാസ് ഇട്ടതാണ്. അപ്പോൾ അതിൽ കൂടെ വെള്ളം വീണിട്ട് അപ്പം അതിൻ്റെ മേലെ ദാർപ്പായി വിരിച്ചതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സംഭവം വെറുതെയാണ് കൊടുക്കുന്നത്. ലൈറ്റ് ഉണ്ടാവും, ആ ഒരു കാര്യം ശരിയാണ്, ആ ഒരു പേർപ്പസിന് നല്ലതാണ്. പക്ഷേ മഴക്കാലത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടേനു. ഇവിടുന്ന് വെള്ളം ചാടിയിട്ട് താഴത്തേക്ക് വെള്ളം ഇറ്റും. എന്നിട്ട് അവിടെ നമ്മളിങ്ങനെ ഈ മാറ്റ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വഴുതി വീകലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. ഞാൻ തന്നെ ഒരു 1-2 പ്രാവശ്യം വഴുതി വീകാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കെന്തോ വലിയ താല്പര്യമില്ല. ഇതേപോലെ ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിരിക്കുന്നത്. അനീസ്ഖാൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് ഈ ഒരു സംഭവം. അതൊക്കെ വെള്ളം താഴത്തേക്ക് വീകുന്നുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ പേർപ്പസിന് നല്ലതാണ്. പക്ഷേ മഴക്കാലത്ത് നമുക്ക് നല്ല ഇടങ്ങേറുണ്ടാവും. പിന്നെ അതിൻ്റെ മേലെ ദാർപ്പായി ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു നീല കളർ പോലെ ഇങ്ങനെ തോന്നുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മേലത്തെ ഹോള്. ഇവിടെ ആദ്യം സോഫ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി അത് ചെയ്യുമോ എന്നറിയില്ല. പിന്നെ ഈ ഒരു ഡോറുണ്ടല്ലോ, ഇത് നമ്മൾ പുതിയതായിട്ട് വെച്ചതാണ്. ഇവിടെ തേച്ചിട്ട്, അതായത് ഒരു ചുമര് കുറച്ചൊന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ഡോർ വെച്ച് കൊടുത്തതാണ്. കാരണം ഇവിടെ ഹാളിൽ കോമൺ ബാത്റൂമേനു, 2 റൂമിനും ഒരു ബാത്റൂം. പിന്നെ എൻ്റെ റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ 2 അനിയന്മാർക്കും 2 റൂം നല്ലതാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു കോമൺ ബാത്റൂം ഉണ്ടല്ലോ അത് ഒരു റൂമിലേക്കുള്ള പോലെ ആക്കിയിട്ട് അങ്ങനെ അവിടെ ഒരു ചുമരുണ്ടാക്കി ഡോറും വെച്ചിട്ട് ബാത്റൂം അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള നിലക്കാക്കിയതാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡോറ് വേറെയാണ്, ബാക്കി 2ൻ്റെയും ഡോറ് പഴയ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. മുന്നേ ഹാളിൽ നിന്നുണ്ടായിരുന്ന ബാത്റൂം ഇപ്പം ഒരു റൂമിൻ്റെ അകത്തേക്കാക്കി
പുതിയൊരു ചുമരൊക്കെ വെച്ച് സെറ്റാക്കി. ബാത്റൂമിലും കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫസ്റ്റ് റെനോവേറ്റ് ചെയ്ത സമയത്ത് ഉള്ള ബാത്റൂമാണ്. അപ്പോൾ അതിലെ ബാത്റൂം ഫിറ്റിങ്സൊക്കെ മാറ്റാനും പിന്നെ ഇങ്ങനെ അടച്ചിട്ട് പോകുന്ന വീടാണല്ലോ, അധികം സൗദിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ വീട് അടച്ചിട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വീടിന് വന്നിട്ടുണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യാതെ ആകുമ്പോൾ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതാണ് ചെറിയ അനിയൻ്റെ റൂം. ഞാൻ ലൈറ്റ് ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് ഇല്ല. ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് ഇതിലേക്കുള്ളത് ഒരു സ്റ്റോപ്പാക്കി വെച്ചേക്കാണ്. എന്തെല്ലോ പണികളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് റിമൂവ് ആക്കി വെച്ചേക്കാം. അങ്ങനെ ഞാൻ ഇനി ഇവിടെയൊക്കെ മറ്റേ റോമൻ ബ്ലൈൻഡ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ലിഫ്റ്റ് ചെയ്ത് വെക്കുകയാണ്, എന്നാൽ കുറച്ചും കൂടെ ഒരു ലൈറ്റ് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ ബെഡും സീലിങ്ങും കർട്ടനും ലൈറ്റ്സും പിന്നെ അലമാരയും എല്ലാം ഇവർ തന്നെ ചെയ്തതാണ് കേട്ടോ. ബെഡൊക്കെ ഇങ്ങനെ അവിടെ വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്, മൾട്ടിവുഡ് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് മാച്ചായിട്ട് തന്നെ ഈ ചെറിയ സൈഡ് ടേബിൾ ഉണ്ടല്ലോ, അതും കൂടെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് റെനോവേറ്റ് ചെയ്ത സമയത്ത് തന്നെ 3 റൂമിൽക്കും അലമാരൊക്കെ വാങ്ങിച്ച് സെറ്റാക്കിന് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൽക്ക് പുതിയ അലമാര ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് വേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ഇതിൽ അലമാരൻ്റെ മേലെ പിന്നെ ഇപ്പോൾ എല്ലാ അലമാരൻ്റെ അകത്തും നിറച്ച് സാധനം മോഡലാക്കി എടുത്തിട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ അലമാരൻ്റെ അകത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു പേപ്പർ വെച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ പുറത്ത് കിടന്ന എല്ലാ സാധനത്തിലും പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പണ്ടത്തെ അലമാര ശരിയാക്കി എടുത്തതാണ് ഇതെന്ന് കണ്ടാലേ പറയില്ല കേട്ടോ, കാരണം അതും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇനി ഞാൻ വലിയ അനിയൻ്റെ റൂം കാണിച്ചു തരാം. ആദ്യത്തെ എൻ്റെ റൂമാണ് ഇപ്പം വലിയ അനിയൻക്കാക്കിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. ആദ്യം ഈ റൂം ഞാൻ തന്നെ ചെയ്തിട്ടുള്ളത് ഇനി കേട്ടോ. അതിലെ കർട്ടൻസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ ഉപ്പൻ്റെ ബ്രദറിൻ്റെ വൈഫ് ചെയ്ത് തന്നിട്ടുള്ളത് ഇനി കർട്ടനൊക്കെ. അപ്പോൾ അങ്ങനെ അന്ന് ഇൻറ്റീരിയർ ഡിസൈനറൊന്നും ഇല്ലാതെ നമ്മൾ തന്നെ ജസ്റ്റ് അങ്ങനെ സെറ്റാക്കിയതാണ്. ഒരു വൈറ്റ് ബെഡ് അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്തതേനു. പക്ഷെ ഇപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം കണ്ടുവരുന്ന റൂമുകളുണ്ടല്ലോ, ആ ഒരു സ്റ്റൈലിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഹെഡ് ബോർഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാൾപേപ്പറും എല്ലാം കൊടുത്തിട്ട്. നമ്മളെ നോർമൽ ഹാങ്ങിങ് കർട്ടൻസിനും ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് ഇങ്ങനത്തെ ഈ റോമൻ ബ്ലൈൻഡ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും ഇതുപോലത്തെ കുഞ്ഞി എന്താ പറയുക സൈഡ് ടേബിൾസ് കൊടുത്തതിന്. പിന്നെ ഈ അൽമാര ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിൽ എൻ്റെ ഒരു വലിയ മിറർ ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതിന് കേട്ടോ. അത് ഒരിടത്ത് ഒഴിവാക്കിയിരിക്കുന്നത്, അതിന് പകരം മറ്റോടത്ത് ഒരു മിറർ കൊടുത്തതിന്. പിന്നെ ഉള്ളിലുള്ള കബോർഡ്സും എല്ലാം ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിക്കാനുണ്ട് കേട്ടോ. ബാത്റൂമിൽ ഇതേപോലെ തന്നെ ഫിറ്റിങ്സ് എല്ലാം മാറ്റാനുണ്ട്. പിന്നെ ഇനി മേലെ ഒരു റൂമും കൂടെ ഉണ്ട്. ഇതാണ് ശരിക്കും എൻ്റെ റൂം. പക്ഷേ ഇത് തീരെ യൂസ് ആക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ, കാരണം സാധനങ്ങൾ മുഴുവൻ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ എനിക്കിങ്ങനെ കയറി ഇറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ താഴെ തന്നെ റൂം എടുക്കുക എന്നുള്ള നിലക്കാണ് നിൽക്കണേ. ആ റൂമിൻ്റെതായിട്ട് സെറ്റാക്കുക എന്നുള്ള നിലക്ക്. പിന്നെ ഇതാ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, സീലിംഗ് മാത്രം കൊടുത്തിട്ടുള്ളൂ. പിന്നെ കർട്ടൻസും ജനലൊക്കെ ആക്കിയിട്ടുണ്ടേനി. അപ്പോൾ അതാ ഇത്രയാണ് നമ്മുടെ ഹോം ടൂറിൻ്റെ വിശേഷങ്ങൾ. പിന്നെ അവിടെയും ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്